കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ലഭിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയാമോ? എന്താണ് ലഭിക്കേണ്ടത്? ഫസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെയുള്ള പരിചരണമാണ് കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ടത്. കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്നും ലഭിക്കേണ്ടത് സ്നേഹത്തോടെയുള്ള പരിചരണമാണ്. കുട്ടിക്ക് വീട്ടിൽ സന്തോഷവും സമാധാനവും നൽകുവാൻ ആർക്ക് കഴിയണം? മാതാപിതാക്കൾക്ക് കഴിയണം. കേട്ടോ, കുട്ടിക്ക് സന്തോഷം അതുപോലെ തന്നെ സമാധാനവും നൽകാൻ ആർക്ക് കഴിയണം? മാതാപിതാക്കൾക്ക് കഴിയണം. അതുപോലെ തന്നെ കുട്ടിയുടെ മനസ്സിൽ നന്മ ബോധം ഊട്ടി ഉറപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് ആരാണ്? മാതാപിതാക്കളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അധ്യാപകരുമാണ്. കേട്ടോ, കുട്ടിയുടെ മനസ്സിൽ നന്മ ബോധം ഊട്ടി ഉറപ്പിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. കേട്ടോ, മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് കുട്ടികൾക്ക് തോന്നേണ്ടത് എന്താണ്? സ്നേഹമാണ്. അല്ലാതെ മാതാപിതാക്കളോട് കുട്ടികൾക്ക് തോന്നേണ്ടത് കടുത്ത ഭയമാവരുത്. കേട്ടോ, കടുത്ത ഭയം മാതാപിതാക്കളോട് തോന്നിക്കഴിഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ പിന്നീട് ഭാവിയിൽ ദോഷം ചെയ്യുമെന്നാണ്. അതുകൊണ്ട് അങ്ങനെ ആവരുത്. നല്ല കുട്ടികളുടെ മനസ്സിൽ നല്ല ചിന്തകൾ നിറയ്ക്കുവാൻ ആർക്ക് കഴിയണം? മാതാപിതാക്കൾക്ക് കഴിയണം. അവരെ സ്നേഹത്തോടെ സ്നേഹത്തോടെ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. അതിന് ആർക്കേ കഴിയൂ? അതിന് മാതാപിതാക്കൾക്ക് മാത്രമേ കഴിയൂ. കേട്ടോ, അല്ലാതെ വലിയ ചൂരലെടുത്തിട്ട് കുട്ടികളെ പിടിച്ചിട്ട് തല്ലുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അങ്ങനെ ചെയ്താൽ ഇനി ഭാവി തലമുറ നന്നാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കേട്ടോ, ഒരു വലിയ ചൂരലെടുത്ത് കുട്ടികളെ പിടിച്ചിട്ട് തല്ലിയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അവരെ നന്മബോധം ഉള്ളവരാക്കി മാറ്റുക. നന്മയുടെ ബോധം അവരുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക. അതാണ് വേണ്ടത്. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ ഉള്ള ഉപദേശമാണ്. സ്നേഹത്തോടെ ക്ഷമയോടെ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാൻ ആർക്ക് കഴിയണം? മാതാപിതാക്കൾക്ക് കഴിയണം. കേട്ടോ, മാതാപിതാക്കളുടെ കുട്ടികൾക്ക് ഭയം ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുട്ടികൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇനി കുട്ടികൾ അമിതമായ വികൃതിയുള്ളവരാണ് കുട്ടികളെങ്കിൽ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളുന്നില്ല, അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ കുട്ടിയെ നല്ല കൗൺസിലിങ്ങിന് വിധേയനാക്കുക. നല്ല കൗൺസിലിങ് അറിയാവുന്ന ലോകം ഒരുപാട് വെൽ ഡെവലപ്ഡാണ്. ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ അവൈലബിൾ ആവും. അപ്പം കുട്ടിയെ നല്ലൊരു കൗൺസിലിങ്ങിന് വിധേയനാക്കുക. കേട്ടോ, അപ്പം എന്ത് ചെയ്യും? നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയും. അല്ലാതെ വലിയ ചൂരിൽ വെച്ചിട്ട് കുട്ടിയെ തല്ലിയത് കൊണ്ടൊന്നും കുട്ടി നന്നാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേട്ടോ, അതുപോലെ തന്നെയാണ് സ്കൂളിലെ കാര്യം ഇതുപോലെ തന്നെയാണ്. സ്കൂളിൽ അധ്യാപകൻ അല്ലെങ്കിൽ സാറന്മാർ നല്ലതുപോലെ തല്ലുന്നവരാണെങ്കിൽ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ ഭയം ഉണ്ടാകും. കുട്ടി സ്കൂളിൽ പോകാൻ മടി കാണിക്കും. കുട്ടിക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സന്തോഷമാണ്. സന്തോഷം കിട്ടേണ്ട ഒരു സ്ഥലമാണ് വിദ്യാലയങ്ങൾ. മറിച്ച് അവിടെ നിന്ന് കുട്ടികൾക്ക് ടോർച്ചറിങ് ലഭിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്ക് ലഭിക്കുന്ന ടോർച്ചറിങ് ആണെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യും? കുട്ടിയെ മാനസികമായിട്ട് ഒരുപാട് തകർത്ത് കളയും. മാത്രമല്ല, ഒരുപാട് തല്ലുന്നവരാണ് അധ്യാപകരെങ്കിൽ, ഭീകരമായിട്ട് തല്ലുന്നവരാണ് അധ്യാപകരെങ്കിൽ കുട്ടി സ്കൂളിൽ പോകാനോ പഠിക്കുവാനോ മടി കാണിക്കും. അത് കുട്ടിയെ കൂടുതൽ അപകടത്തിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് അതൊന്നും പാടില്ല. കേട്ടോ, ഇനിയുള്ള കാലഘട്ടത്തിൽ തല്ലി കുട്ടികളെ നേരെയാക്കാൻ പറ്റുമെന്ന് ഉള്ള കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ കുട്ടികളെ തല്ലുന്നതിനോട് യോജിപ്പുള്ള ഒരാളുമല്ല ഞാൻ. കേട്ടോ, കുട്ടികളെ തല്ലുന്നതിനോട് എനിക്കെന്തില്ല യാതൊരു യോജിപ്പുമില്ല. കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് സ്നേഹമായ ഉപദേശങ്ങൾ നൽകുക, സ്നേഹമായിട്ട് ഉപദേശിക്കുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കേട്ടോ, അതാണ് വേണ്ടത്. കുട്ടികളുടെ മാതാപിതാക്കൾ സ്നേഹത്തോടെ കുട്ടികളോട് പറഞ്ഞാൽ കുട്ടി അനുസരിക്കും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇത് മാതാപിതാക്കൾ വളരെ ദേഷ്യത്തോടെ കുട്ടിയെ സമീപിക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? അപ്പുറത്തെ ദേഷ്യം കാണിക്കും. അപ്പം അങ്ങനെ എന്ത് ചെയ്യും? അത് പ്രശ്നത്തിൽ കൂടുതൽ കാര്യങ്ങൾ വഷളാകുന്നതിന് കാരണമാവും. അത് പാടില്ല. കുട്ടികളോട് എന്ത് ചെയ്യുക? മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടെ പെരുമാറുക. അതുപോലെ കുട്ടിക്ക് സന്തോഷവും സമാധാനവും വീട്ടിൽ നിന്ന് ലഭിക്കണം. അതുപോലെ തന്നെയാണ് കുട്ടിക്ക്
നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. എല്ലാ മാതാപിതാക്കൾക്കും ഒരുപാട് ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുവാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. എങ്കിലും തങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ വിദ്യാഭ്യാസം തങ്ങളുടെ മക്കളെ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസം ചെയ്യിക്കുവാൻ എന്ത് ചെയ്യണം, മാതാപിതാക്കൾക്ക് കഴിയണം കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് ആർക്കാണ്? മാതാപിതാക്കൾക്കാണ്. രണ്ടാം സ്ഥാനം അധ്യാപകർക്കുമാണ് കേട്ടോ. അധ്യാപകർക്ക് കുട്ടിയെ മാരകമായിട്ട് നല്ലതുപോലെ തല്ലുന്നവരാണെങ്കിൽ കുട്ടി ഒരിക്കലും അധ്യാപകനെ സ്നേഹിക്കുകയില്ല. ഞാൻ ഉള്ളത് പറയുകയാണ് കേട്ടോ. ഞാൻ ഉള്ളത് പറയുക, കുട്ടി അധ്യാപകനെ സ്നേഹിക്കുകയില്ല. മറിച്ച് എന്താണ് ഉണ്ടാകുന്നത്? മറിച്ച് കുട്ടിക്ക് അധ്യാപകനോട് തോന്നുന്നത് ഭയം ഉണ്ടാകും. കുട്ടിക്ക് അധ്യാപകൻ ഒരു ഭീകര ജീവിയാണെന്ന് ആർക്ക് തോന്നിപ്പോവും? കുട്ടിക്ക് തോന്നിപ്പോവും കേട്ടോ. അതുകൊണ്ട് നമ്മൾ സ്കൂള് സന്തോഷവും സമാധാനവും തരുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. അപ്പം അങ്ങനെ കുട്ടിക്ക് അങ്ങനെ സന്തോഷങ്ങളും കുട്ടി നന്മയുടെ ബാലപാഠം നന്മ പഠിച്ചു തുടങ്ങുന്നതാണ് സ്വഭവനത്തിൽ നിന്നും, പിന്നെ അത് കഴിഞ്ഞാൽ വിദ്യാലയങ്ങളിൽ നിന്നുമാണ്. അവർ വിദ്യാലയങ്ങൾ ടോർച്ചറിങ് കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? അത് ഒരുപാട് ഗുണത്തേക്കാളെ ദോഷം ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ. കുട്ടികളെ തല്ലുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒന്നാമത്തെ കാര്യം, കുട്ടികളെ തല്ലുന്നത് കേട്ടോ. കുട്ടികളെ തല്ലിയാൽ ഇനിയുള്ളൊരു ഭാവി തലമുറ നന്നാവുമോ? അതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. കുട്ടിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്നേഹപരമായ ഉപദേശം നൽകുക. അവരെ ചെറുപ്രായത്തിൽ തന്നെ അവരെ എന്ത് ചെയ്യുക? അവരെ മാനവീയ മൂല്യങ്ങൾ അവരെ പറഞ്ഞു പഠിപ്പിക്കുക. അതുപോലെ അവരെ സമൂഹ നന്മയ്ക്കുതകുന്ന തരത്തിൽ വളർത്തിയെടുക്കുവാൻ ആർക്ക് കഴിയണം? മാതാപിതാക്കൾക്ക് കഴിയണം കേട്ടോ. അതിന് മാതാപിതാക്കൾക്ക് മാത്രമേ കഴിയൂ. രണ്ടാം സ്ഥാനമേ ആർക്കുള്ളൂ? അധ്യാപകർക്കുള്ളൂ. ഇതിനൊക്കെ ഉപയോഗിക്കാവുന്നൊരു മെത്തേഡെന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹത്തോടെയുള്ള ഇടപെടൽ കൊണ്ട് മാത്രമേ കുട്ടികളെ നേർവഴിയിലേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് നയിക്കുവാൻ കഴിയുകയുള്ളൂ.